കടലാക്രമണ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എറണാകുളം എടവനക്കാട് തീരദേശ സംരക്ഷണ സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. തീരദേശ പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. സമര തുടർച്ചയുടെ ഭാഗമായി പൊതുയോഗം നടത്തും. കടൽക്ഷോഭം രൂക്ഷമായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും ആവശ്യമായ പരിഹാര നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് എടവനക്കാട് തീരദേശ സംരക്ഷണ സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മാറി മാറി വന്ന സർക്കാരുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചതായി ഇവർ ആരോപിക്കുന്നു. അനിശ്ചിതകാലമായിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം വൈപ്പിങ്ങലിലെ എടവനക്കാടിൻ്റെ ഈ വിഷയം കടപ്പുറത്തും ജീവിതമില്ലാതുള്ള ഈ എടവനക്കാട് പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഒരാളും ഇതിൽ യാത്ര ചെയ്യണ്ട. മൊത്തത്തിൽ വണ്ടി ബ്ലോക്ക് ചെയ്യും, അറസ്റ്റ് ചെയ്യുക, ജയിലിലാക്കുക, എന്ത് വേണമെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുണ്ടായിക്കോട്ടെ. പക്ഷേ നാളിതുവരെ ചെയ്ത സമരത്തിൽ വ്യത്യസ്തമായിട്ട് അനിശ്ചിതകാലത്തേക്ക് ഗതാഗതം തടസ്സപ്പെടുത്താനായിട്ട് ഒരു തീരുമാനം സമരസമിതി എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. ചെല്ലാനം മാതൃകയിൽ എടവനക്കാടും കടൽക്ഷോഭം തടയുന്നതിനായി ടെട്രോപോഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടവനക്കാട് മേഖലയിൽ 150ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. നേരത്തെ വൈപ്പിൻ ചെറായി ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. റോഡിൽ കുത്തിയിരുന്നായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. എടവനക്കാട് വഴിയുള്ള ഗതാഗതം തടഞ്ഞായിരുന്നു സമരം. സമര തുടർച്ചയുടെ ഭാഗമായി ജൂലൈ 20 പൊതുയോഗം നടത്തും. കക്ഷി രാഷ്ട്രീയ സമുദായ ഭേദമന്യേ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ സമരസംഗമമാണ് നടത്തുക. റിപ്പോർട്ടർ, കൊച്ചി.